augmented matrix. Consider the equation, system of equation a11x1 plus a12x2 plus etc. a1n xn equal to b1 and a21x1 plus a22x2 plus etc. a2n xn equal to b2 etc. am1x1 plus am2x2 plus etc. amn xn equal to bm. ഇങ്ങനൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിയാൽ ആ ഇക്വേഷനിലെ ഈ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള a1 a11 a12 a1n b1 ഇതെല്ലാം കൂടി ചേർത്ത് അതേപോലെ a21 എല്ലാം കൂടി ചേർത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സ്. ആ മെട്രിക്സ് നോക്കൂ. a11 a12 a1 etc. a1n and b1 a21 a22 a2n etc. a2n b2 etc. am1 am2 etc. amn bm. ഈ മെട്രിക്സ് കണ്ടോ? ഇപ്പൊ ഇതിൽ എത്ര ഇക്വേഷൻസ് ഉണ്ട്? ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? x1 x2 xn കണ്ടോ? ഇതൊക്കെ വേരിയബിൾസ്. അവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? 1 2 എക്സെട്ര xn. n വേരിയബിൾസ് ഉണ്ട്. എത്ര ഇക്വേഷൻസ് ഉണ്ട്? 1 2 3 4 5. a11 എന്ന് പറയുമ്പോൾ ഒരു ഇക്വേഷൻ, a21 രണ്ടാമത്തെ ഇക്വേഷൻ, അങ്ങനെ m1 വെച്ച് തുടങ്ങുമ്പോൾ m ഇക്വേഷൻസ് ആയി. ആൻഡ് ടോട്ടൽ ഇവിടെ എത്ര ഇക്വേഷൻസ് ആയി? m ഇക്വേഷൻസ് ഉണ്ട്. അപ്പോ m ഇക്വേഷൻസും n വേരിയബിളും ആണെങ്കിൽ m ഇക്വേഷൻസും n വേരിയബിളും, അങ്ങനെയാണ് a11 a12 എക്സെട്ര a1n a21. അപ്പൊ ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ, ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഓർഡർ എന്തായിരിക്കും വരിക? ഈ മെട്രിക്സിന്റെ ഓർഡർ m by n ആയിരിക്കും. m റോസും n കോളംസും ഉണ്ടാവും. നേരെ മറിച്ച് ഇവിടെ ഈ n കൂടി ചേർന്ന് വന്ന അവസ്ഥക്ക്, ആ b1 b2 എക്സെട്ര bm കൂടി ചേർന്ന് വന്ന അവസ്ഥക്ക് ഇതിന്റെ ടോട്ടൽ ഓർഡർ എന്ന് പറഞ്ഞാൽ, ഈ മെട്രിക്സിന്റെ ലാസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ m റോസും ഇൻറ്റു അഥവാ ബൈ n plus 1 കോളംസും ഉണ്ടാവും. m റോസും n plus 1 കോളംസും ഉണ്ടാവും. അങ്ങനെ കിട്ടുന്ന ഈ മെട്രിക്സ് വിളിക്കുന്ന പേരാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. ദിസ് മെട്രിക്സ് is called augmented matrix. Okay, for example, For example, 2x1 plus 3x2 plus 4x3 equal to 8, 8x1 9x2 plus 21x3 equal to 10. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഉള്ള ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻസ് ഈ സിസ്റ്റത്തിൽ രണ്ടാൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മെട്രിക്സ് എന്താ വരിക? ഓഗ്മെന്റഡ് മെട്രിക്സ് 2 3 4 8 8 9 21 10. ഓക്കെ, ഇത് ഒറ്റക്കൊന്ന്, ഇത് ടോട്ടലി ഒന്ന്, രണ്ടെണ്ണം കൂടി ചേർന്ന് ഒറ്റൊന്നായിട്ടുള്ള ഈ മെട്രിക്സ് വിളിക്കുന്ന പേരാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഈ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താ? രണ്ട് ഇക്വേഷൻസ് ഇവിടെ ഉണ്ട്, ആയതുകൊണ്ട് രണ്ട് റോസ് ഇവിടെ ഉണ്ട്. 2 ഇവിടെ 3 വേരിയബിൾസ് ഉണ്ട്, ഇതും കൂടി ചേർത്ത് 3 വേരിയബിൾ 1 2 3 വേരിയബിളും ഇതും കൂടി ചേർത്ത് മൊത്തം 4 കോളംസ് ഉണ്ടാവും. 2 by 4. ഓക്കെ, അപ്പോ ഒരു എൻട്രൻസ് അതല്ലെങ്കിൽ ഏതെങ്കിലും IIT പോലത്തെ ക്വസ്റ്റ്യൻസിൽ പറയാണ് m ഇക്വേഷൻസും n അൺനോൺസും ഉണ്ട്. m ഇക്വേഷൻസ് ഉണ്ട്, n അൺനോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? m into n plus 1 എലമെന്റ്സ് ഉണ്ടാവും. ഇതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സിൽ ഇവിടെ നോക്ക്, രണ്ട് ഇക്വേഷനും 3 അൺനോൺസും ആയപ്പോൾ 2 into 4 8 എലമെന്റ്സ്, ഇവിടെ മൊത്തം 8 എലമെന്റ്സ് ഉണ്ടാവും. ഇതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്നുള്ള കൺസെപ്റ്റ്. ഈ മെട്രിക്സ്, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ കോഎഫിഷ്യന്റ് ചേർത്ത് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ,
ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി, ഇങ്ങനെ ഒരു ഓഗ്മെന്റഡ് മാട്രിക്സ് കിട്ടി വിചാരിക്കും. 2 3 1 4 2 8 ഇങ്ങനെ കിട്ടിയാൽ അതിന്റെ കറസ്പോണ്ടിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്തായിരിക്കും വരിക? ഈ 180 ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടാ? കോഎഫിഷ്യന്റ് 1 8 ഈക്വൽ ടു, ഇവിടെ രണ്ട് വേരിയബിളും രണ്ട് അൺനോൺസും, രണ്ട് വേരിയബിൾ ആണ്. therefore 2x1 plus 3x2, അതേപോലെ 4x1 plus 2x2, 4x1 plus 2x2. ഇതാണ് ഇക്വേഷൻ. ഇങ്ങനെ കിട്ടിയാൽ തിരിച്ചിങ്ങനെ എഴുതാൻ കഴിയില്ലേ? എങ്ങനെ എഴുതും? 2 3 4 2 sorry 4 2 and 1 8. This is the augmented matrix. ഇനി next one, elementary row operations. Elementary row operations. ഒരു ഓപ്പറേഷൻ 2 4 6 3 1 8 4 1 7 ഇതാണെങ്കിൽ ഞാൻ ഇവിടെ R1 implies R1 by 2 എന്ന് എഴുതിയാൽ R1 implies R1 by 2 എന്താണ് ഉദ്ദേശിക്കുന്നത്? R1 implies R1 by 2 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് റോ, ഇനി മുതൽ ഫസ്റ്റ് റോ എന്നാൽ R1 implies R1 by 2 എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ പഴയ R1 ഇല്ലേ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും വരിക? ആൻസർ 1 2 3, കാരണം 2 നെ മറ്റൊരു ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 3, ബാക്കിയെല്ലാം സെയിം. 3 1 8 4 1 7. ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ? ഒന്നുകൂടിയും ആ കൺസെപ്റ്റ് വ്യക്തമാക്കി തരാം. ഒരു ഇക്വേഷൻ 2x1 plus 4x2 plus 8x3 equal to 16. Second equation 3x1 plus 5x2 plus 10x3 equal to 10. 4x1 plus x2 plus 5x3 equal to 6. ഇതിന്റെ കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കിട്ടുക 2 4 8 16 3 5 10 10 4 1 5 6 അല്ലേ? ഓക്കെ, നമ്മളിവിടെ എന്ത് പറയുന്ന അറിയോ? ഒന്നാമത്തെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനിലെ, ഇത് ടോട്ടലാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ, ഈ ടോട്ടൽ ഒക്കെ പാടെ ചേർന്നാൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനിലെ ഒന്നാമത്തെ റോയിനെ മൾട്ടിപ്ലൈ, ഇവിടെ മൾട്ടിപ്ലൈ അഡീഷൻ രണ്ട് വാക്കേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 by 1 by 2. മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 by 1 by 2. നമുക്ക് ഇങ്ങനെ പറയാൻ പാടില്ല എന്നല്ല, ശരിക്കും അങ്ങനെ പറയാം, പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് ശരിക്കും ഈ മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1 by 2 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നല്ല അർത്ഥം. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഡിവൈഡ് ഇക്വേഷൻ 1 by 2 എന്ന് എഴുതിയാൽ മതി. മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 by 2 എന്ന് പറയുന്നതും ഇക്വേഷൻ 1നെ 1 by 2 മൾട്ടിപ്ലൈ ചെയ്യലും 2 ഡിവൈഡ് ചെയ്യലും സെയിം ആണ്. പക്ഷേ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക, ഈ ടെക്സ്റ്റ് ബുക്കിൽ അത് പ്രോത്സാഹിപ്പിക്കുന്ന മെത്തേഡ് മൾട്ടിപ്ലൈ എന്നുള്ള വാക്കിനാണ്. അതേപോലെ 2 സബ്ട്രാക്ട് ചെയ്യുക എന്നല്ല പറയാ, -2 ആഡ് ചെയ്യുക എന്നാണ് പറയാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 by 1 by 2. ഇവിടെ എന്താ പറയേണ്ടത് അറിയോ? ഇങ്ങനെ മെട്രിക്സ് ആക്കി എഴുതുമ്പോൾ R1 implies R1 by 2. മെട്രിക്സ് ആക്കി എഴുതുമ്പോൾ R1 implies R1 by 2. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 by 1 by 2. അപ്പൊ എന്തായിട്ടാ മാറുക? that is equal to x1 plus, നമുക്ക് ആദ്യം ഇവിടെ മാറ്റാം. ഇവിടെ മാറ്റുമ്പോൾ 1 2 4 8 3 5 10 10. R1 മാത്രം ചേഞ്ച് ഉള്ളൂ. R1 implies R1 by 2. ഇനി മുതൽ R1 എന്ന് പറഞ്ഞാൽ പഴയ R1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. 3 5 10 10 4 1 5 6. ഇനി ഇവിടുന്ന് കറസ്പോണ്ടിങ് ആയി ഇത് എഴുതാൻ പറ്റില്ലേ? 1x1 plus 2x1
plus 2x2 plus 4x3 equal to 8. Second equation 3x1 plus 5x2 plus 10x3 equal to 10. Third equation 4x1 plus 1x2 plus 5x3 equal to 6. Okay. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നമുക്ക് ഇവിടെ ഈ ഓപ്പറേഷൻ കണ്ടോ, ഈ 3നെ 0 ആക്കാൻ പോകട്ടോ. 3നെ 0 ആക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ചെയ്യാ ഇങ്ങനല്ലേ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് R2 implies R2 minus 3R1. R2 implies R2 minus 3R1. ഇപ്പൊ എന്തുകൊണ്ട് അവിടെ 0 ആക്കി ചോദിക്കണ്ട, നിങ്ങൾ വെറുതെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ 3നെ എന്താ 0 ആക്കിയത്, എന്നാ 5നെ 0 ആയിക്കൂടെ, 5നെ 0 ആക്കാം. ഇത് മനസ്സിലാവാനുള്ള സ്റ്റെപ്പ് മാത്രം. ഈ 3നെ ഞാൻ 0 ആക്കാൻ പോവാണ്. ഈ 3നെ 0 ആക്കുക എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ R2 implies R2 minus 3R1. അങ്ങനെ പറയുമ്പോൾ കറസ്പോണ്ടിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ താഴെ എന്താ എഴുതി വെക്കുക, എഴുതി വെക്കേണ്ടത് ആഡ് -2 times equation 1, add -2 time equation 1 to equation 2. നോക്കൂ ശരിയല്ലേ, ആഡ് രണ്ട് പ്രാവശ്യം R1, അത് -2 പ്രാവശ്യം R1 2 കൂടെ ആഡ് ചെയ്യുക. 2 പ്രാവശ്യം -2 ടൈംസ് അല്ല, -3 ടൈംസ്. ആഡ് -3 ടൈംസ് ഇക്വേഷൻ 1 ടു ഇക്വേഷൻ 2. ശരിയല്ലേ, ഒന്നാമത്തെ ഇക്വേഷനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് രണ്ടാമത്തെ ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യുക. R2 implies R2 minus 3R1. ഓക്കെ, ഇങ്ങനെയാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ ഇങ്ങനെയാണ് കൺസെപ്റ്റ്. മെട്രിക്സ് ആക്കി എഴുതുമ്പോൾ അതേ കൺസെപ്റ്റ് ഇങ്ങനെ വേണം പറയാൻ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം 4x1 ആക്കണ്ട, നമുക്ക് 4xn ആക്കാം. Question: solve 4x plus 4y plus 8z equal to 36. 2x plus 4y minus 3z equal to 1. 3x plus 6y minus 5z equal to 0. ഇതിന്റെ ഫൈനൽ ആൻസർ എന്താണ് കണ്ടെത്തണം. എക്സിന് എന്ത് വാല്യൂ ആണ്, വൈക്ക് എന്ത് വാല്യൂ ആണ്, സെഡിന് എന്ത് വാല്യൂ സ്വീകരിച്ചാലാണ് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചോദ്യം ഒന്നും കൂടി എടുത്ത് എഴുതി വെച്ചു. 4x plus 4y plus 8z equal to 36. 2x plus 4y minus 3z equal to 1. 3x plus 6y minus 5z equal to 0. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെന്റിന്റെ മെട്രിക്സ് ആണ് 4 4 8 36 2 4 minus 3 1 3 6 minus 5 0. ഇനി ഞാൻ ചെയ്യണത് ഇവിടെ എന്താ എഴുതി വെക്കുന്നത് അറിയാലോ, എന്താ എഴുതി വെക്കേണ്ടി വരിക. നമുക്ക് ഇന്ന് സാധാരണ ഈ ഇക്വേഷൻ വന്നാൽ നിങ്ങൾ +2 ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ ചെയ്യുക ഇങ്ങനെയുണ്ടോ. ഫസ്റ്റ് റോയിലെ, ഇതാണ് മെത്തേഡ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ 1 ആക്കും. അതിനുശേഷം അതിന്റെ താഴെയുള്ള, ഞാൻ മലയാളത്തിൽ എഴുതി വെക്കാം മനസ്സിലാവാന്, ഇതിപ്പോ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ 1 ആക്കും. സെക്കൻഡ് കണ്ടീഷൻ, അതിന്റെ താഴെ 1 ആക്കിയതിന്റെ താഴെയുള്ള, അതിന്റെ താഴെയുള്ള എലമെന്റ്സിനെ 0 ആക്കുക. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ 1 ആക്കുക. ഇത് ഫസ്റ്റ്
ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 4 അല്ലേ? അതെന്തിനാ ഫസ്റ്റ് നോൺ സീറോ എന്നൊക്കെ പറയണേ അറിയോ? ഇവിടെയും സീറോ ഇവിടെയും സീറോ ആണെങ്കിൽ ഇതിനാണ് വണ്ണാക്കേണ്ടത്. ഇതും സീറോ ആണെങ്കിൽ നമ്മൾ ആരെ വണ്ണാക്കേണ്ടത്? ഇതിനെയാണ് വണ്ണാക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആരെയാണ് വണ്ണാക്കേണ്ടത്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഈ 4നെ വണ്ണാക്കണം. വണ്ണാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന മെത്തേഡ് നോക്കിക്കോട്ടോ. R1 implies R1/4. ആരെയാണോ വണ്ണാക്കേണ്ടത് അയാളാണ് താഴെ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. R1 implies R1/4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ എഴുതി വെക്കേണ്ടത്? മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 by 1/4. മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 by 1/4. അപ്പോ എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുക? വരുന്ന ചേഞ്ച് ഇവിടെ ആദ്യം എഴുതി വെക്കുക. ഇവിടെ നിങ്ങൾക്ക് ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വന്ന കാര്യങ്ങൾ 1 2 4 1 1 2 4 sorry 2 9 1 1 2 9 1 1 2 9. Second 2 4 minus 3 1 3 6 minus 5 0. സെക്കൻഡ് റോക്ക് ഒന്നും കുഴപ്പമില്ല. ഇവിടെ ആർക്ക് മാത്രമേ ചേഞ്ച് ഉള്ളൂ? R1 മാത്രമാണ് ചേഞ്ച് ഉള്ളൂ. കണ്ടോ, R1 മാത്രമേ ചേഞ്ച് ഉള്ളൂ. R2നോ R3കോ യാതൊരുവിധ ചേഞ്ചും ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോ ആ കറസ്പോണ്ടിങ് ഈ ഇക്വേഷൻ എന്തായിരിക്കും വരിക? ഈ ഇക്വേഷൻ ഇവിടെ 1 അല്ലേ? 1x1 plus 1x1 വേണ്ട അല്ലെ? 1x plus 1y plus 2z equal to 9, 2x plus 4y minus 3z equal to 1 and 3x plus 6y minus 5z equal to 0. ഇങ്ങനെയായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഇടത് ഭാഗത്ത് ഉണ്ടാവുക. ഇനി വീണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് വണ്ണാക്കി. അതിന്റെ താഴെയുള്ള എലമെന്റിനെ 0 ആക്കാം. അപ്പൊ അതിന് താഴെയുള്ള എലമെന്റിന് ഇവിടെ ആരൊക്കെ ഉള്ളത്? അതിന് താഴെയുള്ള എലമെന്റ് ഒന്ന് 2 ഉണ്ട്, ഒന്ന് 3 ഉണ്ട്. അപ്പൊ അതിന്റെ താഴെയുള്ള എലമെന്റിനെ 0 ആക്കാൻ പോവുകയാണ്. അപ്പൊ 0 ആക്കുക എന്ന് പറഞ്ഞാൽ R2നും ചേഞ്ച് വരുത്തണം, R3ക്കും ചേഞ്ച് വരുത്തണം. കാരണം R2 ആണ് ഒരു 0 ആക്കേണ്ട ആള്, R3 ആണ് വേറെ 0 ആക്കേണ്ട ആള്. R2നെ ചേഞ്ച് വരുത്തുമ്പോൾ R2 implies R2 minus 2R1. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് ഒരാളെ 1 ആക്കും. അഥവാ കണ്ടോ, ഇയാളെ 1 ആക്കി. R1 implies R1/4. നമ്മൾ ഇയാളെ 1 ആക്കിയില്ലേ? 1 ആക്കി കഴിഞ്ഞാൽ ഇനി R1 വെച്ചാണ് ബാക്കിയെല്ലാം ചെയ്യേണ്ടത്. 0 ആക്കലൊക്കെ R1 വെച്ചാണ്. ഒരാളെ 1 ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ 1 വെച്ച് ഈ R1 വെച്ചാണ് ബാക്കിയെല്ലാം ചെയ്യേണ്ടത്. അപ്പോ നോക്കൂ, R2 implies R2 minus 0 ആക്കാൻ എപ്പോഴും 1 ആക്കാൻ എപ്പോഴും ഡിവിഷനാണ് കൊടുക്കുക. R1 implies R1/k ആ സ്റ്റെപ്പ് കൊടുക്കുക. 0 ആക്കാനെ എഴുതി വെക്കാം. 1 ആക്കാൻ R1 implies R1/k അല്ലെങ്കിൽ R2 implies R2/k ഈ മെത്തേഡ് കൊടുക്കുക. 0 ആക്കാനെ Ri implies Ri minus krj എന്നുള്ള മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇനി എന്താ വേണ്ടത്? 0 ആക്കല്ലേ വേണ്ടത്? 0 ആക്കാൻ വേണ്ടിയിട്ട് R2 implies R2 minus 2R1. ഈ 2 എവിടുന്ന് കിട്ടി? നമ്മൾ R2നെയാണ് 0 ആക്കാൻ പോകുന്നത്. ഈ R2നെയാണ് 0 ആക്കാൻ പോകുന്നത്. R2 implies R2 minus ഈ 2 തന്നെ 2R1. അങ്ങനെ ആകുമ്പോൾ R3 എന്താ വരിക? R3 implies R3 minus ഇയാളെയാണ് നമ്മൾ 0 ആക്കാൻ പോണത്. Therefore 3R1. ആരെയാണോ ചെയ്യണമെങ്കിൽ അയാളാണ് k. നമ്മളിപ്പോ Ri implies Ri minus krj എന്ന് പറയുമ്പോൾ ആരെയാണോ 0 ആക്കുന്നുണ്ടെങ്കിൽ അയാളാണ് k. അതേപോലെ Ri implies Ri/k എന്ന് പറയുമ്പോൾ ഇത് 1 ആക്കാന് ഇത് 0 ആക്കാന്. ആരെയാണോ 1 ആക്കണമെങ്കിൽ അയാളാണ് k. ഓക്കെ, തൊട്ട് മുന്നത്തെ പ്രോബ്ലം നോക്ക്. നമ്മൾ ഈ 4നെയാണ് 1 ആക്കാൻ പോയത്. ഈ 4 1 ആക്കിയപ്പോൾ ഡിനോമിനേറ്ററിൽ k എന്ന് പറഞ്ഞ ആരായിരുന്നു? 4 ആയിരുന്നു. അങ്ങനെ ഓക്കെ. Therefore R2 implies R2 minus 2R1, R3 implies R3 minus 3R1. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയ സ്റ്റെപ്പ് ഇടതുഭാഗത്ത് എന്തായിരിക്കും സംഭവിക്കുക? That is equal to ഇവിടെ എഴുതി വെക്കേണ്ടി വരും
add minus 2 times equation 1 to equation 2. Add minus 2 times equation 1 to equation 2. അപ്പോൾ താഴെ എന്ത് എഴുതി വെക്കേണ്ടി വരും? add minus 3 times equation 1 to equation 3. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്ത് ചേഞ്ച് ഉണ്ടാവുക? R2 implies R2 minus 2R1, R3 implies R3 minus 3R1. അങ്ങനെയാകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്ക് കുഴപ്പമില്ല, R2നും കുഴപ്പമുണ്ട്, R3ക്കും ചേഞ്ച് വരുന്നുണ്ട്. ആർക്ക് ചേഞ്ച് വരുന്നില്ല? R1ന് ചേഞ്ച് വരുന്നില്ല. R1 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഓട്ടോമാറ്റിക്കലി അതേപോലെ വരും, 1 1 2 9. ഇനി R2ന് ചേഞ്ച് ഉണ്ട്. R2ന്റെ ചേഞ്ച് എന്താ അറിയോ? R2 എന്ന് പറഞ്ഞാൽ R2 മൈനസ് 2R1 ആണ്. ഓക്കെ, അപ്പൊ R2 എഴുതി വെക്കുക. R2 ആരൊക്കെയാ? 2 4 മൈനസ് 3 1 അല്ലേ? മൈനസ് 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 2 2 2 2. R1 ആരാ? 1 1 2 9 1 1 2 9. That is equal 2 minus 2 into 1 0. 4 minus 2 into 1 2. Minus 3 minus, that is equal to അങ്ങനെ minus 7. Okay, that is equal to minus 17. അപ്പോൾ എലമെന്റ് കിട്ടി. That is equal to 0 2 minus 7 minus 17. Okay, അതുപോലെ നമ്മൾ ആരെ ചെയ്യും? R3 implies R3 minus 3R1. അപ്പൊ R3 ആരൊക്കെയാ? R3 എന്ന് പറഞ്ഞാൽ പഴയ R3 3 6 minus 5 0 minus 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 3 3 3 3. R1 ആരൊക്കെയാ? 1 1 2 9 1 1 2 9. That is equal to നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുക 0 3 minus 11 minus 27. That is equal to 0 0 3 minus 11 minus 27. ഇങ്ങനെ കിട്ടി. ഇനി അടുത്തത്, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് വ്യത്യാസം വന്നിട്ടുണ്ടാകുക? സോറി, അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒന്ന് ചേഞ്ച് 1x plus 1y plus 2z equal to 9, 0x plus 2y minus 7z equal to minus 17, 3y minus 11z equal to minus 27. ഓക്കെ, ഇനി ഞാൻ ഈ ഇടത് ഭാഗത്ത് എഴുതി വെക്കൂല. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഇനി സ്വന്തമായി എഴുതാം കേട്ടോ. ഈ ഭാഗത്തുള്ള സ്റ്റെപ്പ് നിങ്ങൾ സ്വന്തമായി എഴുതുക. ഞാൻ ഈ സ്റ്റെപ്പ് മാത്രമേ എഴുതി വെക്കുള്ളൂ. ഇനി ഇപ്പൊ ചെയ്യേണ്ടത്, ഇപ്പൊ എന്തൊക്കെ ആയിട്ടുണ്ട്? നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആക്കി, അതിന്റെ താഴെയുള്ള എലമെന്റിനെ 0 ആക്കി. ഇനി ഞാൻ ചെയ്യാൻ പോണത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ 1 ആക്കും, ബാക്കി അതിന്റെ മുകളിലും താഴെയുള്ള എലമെന്റിനെ 0 ആക്കും. ഇനി ചെയ്യാൻ പോണത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ്, നമ്മൾ ആദ്യം ചെയ്തത് എന്താ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആക്കി, അതിന് താഴേക്ക് ബാക്കി 0 ആക്കി. ഇനി ചെയ്യാൻ പോണത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ 1 ആക്കും, ബാക്കി അതിന്റെ താഴെ മുകളിലുള്ള എലമെന്റ്സിനെ 0 ആക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ആരാ? 2 അല്ലേ? ഇവിടെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 2 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഇക്വേഷൻ എന്താ ചോദിച്ചാൽ R2 implies സെക്കൻഡ് റോയിനാണ് 1 ആക്കേണ്ടത്. R2 ഈ എലമെന്റ് 2 പറഞ്ഞ എലമെന്റിനെ 1 ആക്കാൻ ഈ മൊത്തം റോ സഫർ ചെയ്യേണ്ടി വരും. R2 implies R2 by 2. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ ഇക്വേഷൻ എന്താ അറിയാലോ അല്ലേ? Therefore, answer is 1 1 2 9 0 1 minus 7 by 2 minus 17 by 2 0 3 minus 11 minus 27. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ?
നമുക്ക് ഇയാളെയും 0 ആക്കണം, ഇയാളെയും 0 ആക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അഥവാ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റിനെ 1 ആക്കി അതിനുശേഷം അതിന് മുകളിലും താഴെയുള്ള എലിമെന്റ്സിനെ 0 ആക്കാൻ പോകുന്നു. അപ്പോൾ 0 ആക്കുമ്പോൾ നമുക്ക് ആദ്യം ഇതിനെ 0 ആക്കണം. 0 ആക്കാൻ സ്റ്റെപ്പ് എന്താ? R1 implies R1 minus 1 R2. എന്തിനാണ് ഇവിടെ R2 എടുക്കാൻ കാരണം? ഇപ്പൊ നിലവിൽ ഏറ്റവും ലാസ്റ്റ് 1 ആക്കിയ എലിമെന്റ് R2 ആണ്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ മർമ്മ പ്രധാനമായ ഭാഗം R2 ആണ്. ഇവിടുന്ന് അങ്ങോട്ട് R2 ആണ്. അപ്പൊ R2 വെച്ച് വേണം 0 ആക്കാൻ. അതുകൊണ്ടാണ് R2 എന്ന് പറഞ്ഞ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ നമുക്ക് അറിയാലോ, Ri implies Ri minus K Rj അല്ലേ? അപ്പൊ അതുകൊണ്ട് Rj എന്ന് പറഞ്ഞാൽ R2, K എന്ന് പറഞ്ഞാൽ ആരെയാണോ 0 ആക്കാൻ പോണത്, ഇവിടെ 1 നുള്ള 0 ആക്കാൻ പോണത് ഈ 1 നെ. therefore 1 R2. R1 implies R1 minus 1 R2. Similarly R3 implies R3 minus ആരെയാണ് 0 ആക്കാൻ പോകുന്നത്? 3 നല്ലേ? 3 ആരെ വെച്ച? സെക്കൻഡ് റോ. സെക്കൻഡ് റോ ഇവിടുന്ന് കിട്ടി, അതിനാണ് നമ്മൾ ആദ്യം 1 ആക്കിയത്. ഈ രണ്ടാമത്തെ കേസിൽ ആദ്യം 1 ആക്കിയത് സെക്കൻഡ് റോയിനാണ്. therefore R1 implies R1 minus 1 R2. R3 implies R3 minus 3 R2. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ ചോദിച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കണം. R2 ന് ചേഞ്ച് ഇല്ല, R2 ചേഞ്ച് ഇല്ല, ആ രണ്ട് ആൾക്കാർക്ക് മാത്രം ചേഞ്ച് വരുമ്പോൾ ആൻസർ ഈസ് 1 0 11/2 35/2 0 1 minus 7/2 minus 17/2 0 0 1 3. ഇനി വീണ്ടും ഞാൻ ചെയ്യണം എന്താ? തേർഡ് റോയിലെ, ഇപ്പൊ സെക്കൻഡ് റോയിലെ മൊത്തം കഴിയും. ഇനി തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റിനെ 1 ആക്കും. ഇയാളാണ് 1 ആക്കേണ്ടത്. അത് ആ 1 ഓൾറെഡി 1 തന്നെയാണ് ഫസ്റ്റ്. എന്നാൽ ഇക്വേഷൻ എന്താ അറിയോ? R3 implies R3 by ആരെയാണ് 1 ആക്കുന്നത്? 1 തന്നെയാണ്, R3 by 1. അപ്പൊ കാര്യമായിട്ട് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ ആ ഇക്വേഷൻ ആണെങ്കിൽ ഒരു വട്ടം കൂടി എഴുതി വെക്കാം, കാരണം സ്റ്റെപ്പ് കമ്മിയാക്കണ്ട. ആ ഇക്വേഷൻ ഒരു വട്ടം കൂടി എഴുതി വെക്കാം. R3 implies R3 by 1 എന്ന് പറയുമ്പോൾ R3 നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. 1 0 11/2 35/2 0 1 minus 7/2 minus 17/2 0 0 1 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആരൊക്കെ 0 ആക്കണം? ഈ 1 ആയി കഴിഞ്ഞാൽ 1ന്റെ മുകളിലുള്ള എല്ലാവരെയും, അഥവാ അത് 1 ഒഴിച്ച് ബാക്കി എല്ലാവരെയും. അപ്പൊ R1ഉം ഇനിയിപ്പോ 1 ആക്കി കഴിഞ്ഞാൽ ബാക്കി ആരാ ചെയ്യേണ്ടത്? ഇയാളെയും 0 ആക്കണം. അഥവാ R1ഉം R2ഉം 0 ആക്കണം. therefore R1 implies അതേപോലെ R2 implies R1 implies R1 minus R2 implies R2 minus R1 implies R1 minus ആരെയാണ് 1 ആക്കേണ്ടത്? 11/2 നെ. 11/2 ആര് വെച്ചിട്ട്? R3 വെച്ച്. എന്താ R3 കിട്ടാൻ കാരണം? അവസാനം 1 ആക്കിയ എലിമെന്റ് R3 ആണ്. therefore R2 implies R2 minus minus 7/2. അപ്പൊ മൈനസ് മൈനസ് വന്നാൽ പ്ലസ് 7/2 R3. അങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുക the answer is 1 0 0 1 0 1 0 2 0 0 1 3. This is the required answer. therefore ഇപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എന്തായിരിക്കും വരിക? 1x1 1x plus 0y അതൊന്നും വേണ്ട, equal to 1. അതേപോലെ y equal to 2, z equal to 3. therefore solution is 1 2 3. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ബൈ എലിമെന്ററി റോ ഓപ്പറേഷൻ. ഓക്കെ.